ചൊവ്വയിൽ ആദ്യമായി ദ്രാവകജലത്തിന്റെ തെളിവുകൾ കണ്ടെത്തിയതായി ശാസ്ത്രജ്ഞർ പ്രഖ്യാപിച്ചതോടെ ഭൂമിക്ക് പുറത്ത് ജീവൻ ഉണ്ടാകുമെന്നും ജീവിതം സാധ്യമാകുമോ എന്നതും ചൂടേറിയ ചർച്ചയാണ്. ചൊവ്വയുടെ ധ്രുവങ്ങളിൽ ശീതീകരിച്ച വെള്ളത്തിനു പുറമെ ദ്രാവകജലം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ ഇതുവരെയുള്ള ഏറ്റവും നല്ല തെളിവാണ് ലഭിച്ചതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ കണ്ടെത്തലിന് മുമ്പ് അവിടെ ദ്രാവകജലം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. ജലതന്മാത്രകളും ധ്രുവങ്ങളിൽ മഞ്ഞ് നിറഞ്ഞവയുമാണ് കണ്ടെത്തിയത്. എന്നാൽ ദ്രവരൂപത്തിൽ ജലം കണ്ടെത്തിയതോടെ ചൊവ്വയുടെ വാസയോഗ്യതയെക്കുറിച്ചുള്ള ഭാവി പഠനത്തിനും ഭൂമിക്ക് പുറമെ എവിടെയെങ്കിലും ജീവനുണ്ടോ എന്ന അന്വേഷണത്തിനും വഴിയൊരുക്കും. ചൊവ്വയുടെ ഉൾവശത്തെക്കുറിച്ച് പഠിക്കുന്നതിനിടെയാണ് ശാസ്ത്രജ്ഞർ ദ്രാവകജലത്തിന്റെ ഒരു വലിയ ശേഖരം ഉപരിതലത്തിനടിയിൽ കണ്ടെത്തിയത്. ഏകദേശം സമുദ്രം നിറയ്ക്കാനുള്ള ജലമുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഉപരിതലത്തിൽ നിന്ന് 6 മുതൽ 12 മൈൽ താഴെ, അതായത് 11 മുതൽ 20 കിലോമീറ്റർ ദ്രവജലം നിറച്ച നേർത്ത ഒടിവുകളുള്ള ആഗ്നേയ ശിലകൾ ചേർന്നതാണെന്ന് പഠനഫലങ്ങൾ സൂചിപ്പിക്കുന്നു. കാലാവസ്ഥ, ഉപരിതലം, ആന്തരികം എന്നിവയുടെ പരിണാമം മനസ്സിലാക്കുന്നതിന് ചൊവ്വയുടെ ജലചക്രം നിർണായകമാണെന്നും കണ്ടെത്തലുണ്ട്. ജലം എവിടെയാണെന്ന് തിരിച്ചറിയുക എന്നത് പ്രാരംഭഘട്ടമാണ്. അതായത് ഗ്രഹത്തിന്റെ ഉപരിതലത്തിലെ സമുദ്രങ്ങൾ നിറയ്ക്കാൻ ആവശ്യമായ വെള്ളം ചൊവ്വയിലുണ്ടെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ഏകദേശം 300 കോടി വർഷങ്ങൾക്ക് മുമ്പ് ചൊവ്വയിൽ സമുദ്രങ്ങളും തടാകങ്ങളും നദികളും സാധാരണമായിരുന്നുവെന്നും ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നുണ്ട്. ഇപ്പോൾ ചൊവ്വയുടെ ഉപരിതലത്തിനടിയിൽ കണ്ടെത്തിയ ജലത്തിന്റെ അളവ് ഏകദേശം 1 മൈൽ ആഴത്തിൽ മുഴുവൻ ഗ്രഹത്തെയും ഉൾക്കൊള്ളുമെന്ന് ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നുണ്ട്. ചൊവ്വയിലെ വെള്ളം മനുഷ്യന് ഉപയോഗിക്കാനാകില്ലെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. ഭൂമിയിൽ പോലും 11 കിലോമീറ്റർ കുഴിക്കുക എന്നത് ശ്രമകരമായ കാര്യമാണ്. ചൊവ്വയിൽ 11 കിലോമീറ്റർ അടിയിലാണ് ദ്രവജലമുള്ളത്. അതുകൊണ്ട് തന്നെ ജലത്തെ ചൊവ്വയുടെ ഉപരിതലത്തിൽ എത്തിക്കുക പോലും സാധ്യമല്ലെന്നാണ് പഠനസംഘം വ്യക്തമാക്കുന്നത്. അതുപോലെ തന്നെ ചൊവ്വയുടെ ഗർഭജല സംഭരണികളിൽ ജീവന്റെ സാന്നിധ്യം ഉണ്ടാകാനുള്ള സാധ്യതയും ശാസ്ത്രലോകം തള്ളിക്കളയുന്നില്ല. ഭൂമിയിൽ സമുദ്രത്തിന്റെ അടിത്തട്ടിൽ ജീവനുണ്ട്. അതുകൊണ്ട് ചൊവ്വയിലെ ജലത്തിനും ജീവന് സാധ്യതയുണ്ട്. എന്നാൽ ഇതുവരെ ചൊവ്വയിൽ ജീവനുള്ളതിന് ഒരു തെളിവും ഞങ്ങൾ കണ്ടെത്തിയിട്ടില്ലെന്നും പഠനസംഘം പറയുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.